നിന്റെ ഭർത്താവിന്റെ വായിൽ നിന്ന് ഇത്തരം വാക്കുകള് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇതുകൊണ്ടാ പറയുന്നത്, സമയം നല്ലതാണെന്ന് കരുതി ഒന്നും ആലോചിക്കാതെ പൊട്ടക്കിണറ്റിലേക്ക് എടുത്ത് ചാടാൻ പാടില്ല എന്ന്. അങ്ങനെ എടുത്തു ചാടിയേ എന്ത് സംഭവിക്കും? ഇതാ ഇങ്ങനെ നിൽക്കേണ്ടി വരും. നൗ കമ്മിങ് ടു ദ പോയിന്റ്. മെഡിസിൻസ് വീണ്ടും എങ്ങനെയാ മാറിയെന്നുള്ള കാര്യത്തില് നിനക്ക് ഒരുപാട് സംശയം ഉണ്ടല്ലേ? ചെറിയ ഒരു ഫ്ലാഷ് കട്ട് ആയാലോ? ശ്രീകറിന് ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കാൻ വിറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുക്കുന്ന കാര്യം ഞാൻ എന്റെ മമ്മിയോടും ഡാഡിയോടും പറയുമ്പോ നീ അത് കാണുന്നത് ഞാൻ കണ്ടിരുന്നു. ശ്രീകറിന്റെ ഈ രോഗം ഭേദാകാൻ വേണ്ടി ഡോക്ടർ തന്ന ആ പവർഫുൾ മെഡിസിൻസ് ഒന്നും ഞാൻ ശ്രീകറിന് കൊടുക്കാറേ ഇല്ല. അത് കഴിഞ്ഞിട്ട് നീ പൂജാമുറിയിലുള്ള അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാ നേരം വെളുത്തപ്പോഴേക്കും സീൻ റിവേഴ്സ് ആയത്. നിന്നെപ്പോലെ ഒന്നിനെ നേരിടണമെങ്കിൽ എനിക്ക് ഇത്രയെങ്കിലും സാമർത്ഥ്യം ആവശ്യമില്ലേ? 6-ാം തീയതി ഇങ്ങടുത്തെത്താറായി അവനി. ശ്രീകരേട്ടനെ നഷ്ടപ്പെടാൻ വേണ്ടി നീ തയ്യാറായിട്ട് നിന്നോ. ഒരു വലിയ സത്യം പുറത്തു വരുമ്പോ വിശ്വാസവഞ്ചന കാണിച്ച ആ വ്യക്തിയെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കേണ്ടത് ദൈവത്തിന്റെ കടമയല്ലേ? ആ വ്യക്തി തിരിച്ചു മറ്റുള്ളവരെ കുറ്റക്കാരായി പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എതിർക്കാത്തത്? നിഹാരികയ്ക്ക് അംഗീകാരങ്ങളും എനിക്ക് അപമാനവും. ഇനിയും എത്ര കാലം ഇങ്ങനെ? രാമന്റെ നന്മ തിരിച്ചറിയാൻ വേണ്ടി 14 വർഷത്തെ പരീക്ഷ, പാണ്ഡവരുടെ സത്യസന്ധത തെളിയിക്കാൻ 13 വർഷത്തെ വനവാസം, 1 വർഷത്തോളമുള്ള അജ്ഞാതവാസവും. അപ്പോ തിന്മയെ നന്മയ്ക്ക് അതിജീവിക്കണമെങ്കിൽ അത്രയും വർഷം കാത്തിരിക്കണമെന്നാണോ? പാപത്തിനുള്ള ശിക്ഷ ഉടനെ ഉണ്ടാവില്ലേ? ഇതിനുള്ളിൽ എന്നെ പോലെയുള്ളവര് ഈ അപമാനങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചു നിൽക്കണമെന്നാണോ? നിഹാരിക കാണിക്കുന്ന വഞ്ചന എങ്ങനെ ഞാൻ പുറത്തറിയിക്കും? ഏട്ടന് കൃത്യസമയത്ത് കൃത്യമായിട്ട് മരുന്ന് കൊടുത്തില്ലെങ്കിൽ ഏട്ടൻ എപ്പോഴാ ഒന്ന് ഭേദാവുക? നിഹാരികയുടെ സ്വഭാവം വെളിപ്പെടുത്താനുള്ള മാർഗം എന്താണ്? ചോദ്യങ്ങൾ ഒഴികെ ഉത്തരവില്ലാത്തൊരു ജീവിതമായി മാറിയിട്ടുണ്ട് എന്റേത്. അവനി മറ്റു ആരും അല്ലടാ, നിന്റെ അച്ഛന്റെ അനിയത്തിയുടെ മോളാ, ഞങ്ങളുടെ അനന്തരവള്. അവള് നിന്റെ മുറപ്പെണ്ണാണടാ. ശ്രദ്ധിച്ചു പോയിട്ട് വരൂ. പോകുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് വരൂ. ആവനി, നിഹാരിക, രണ്ടുപേരൊന്ന് പുറത്തേക്ക് വന്നേ. പാമ്പാട്ടി പാമ്പിന്റെ പെട്ടി മുന്നിൽ വെച്ചിട്ടിരിക്കുന്നത് പോലെ കുഞ്ഞളിയൻ എന്താ ഈ മരുന്നിന്റെ പെട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നേ? എന്തോ തീവ്രമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇന്നലെ വഴക്കുണ്ടാവാനും
നിഹാരികയെ അപമാനിക്കാനുള്ള കാരണം ആ ബോക്സ് ആയതുകൊണ്ട് ഇപ്പോ എന്തോ ബോംബ് പൊട്ടിക്കാനാണ് സാധ്യത. എല്ലാരും വാ. കുഞ്ഞളിയ എന്താ ചെയ്യാൻ പോകുന്നേ? എല്ലാരും വരട്ടെ അളിയ, പറയാം. എന്താ ശ്രീകർ? ഒരു മിനിറ്റ് അമ്മേ, നിഹാരികയും അവനെയും വരട്ടെ. ഈ മീറ്റിംഗിന്റെ ഒരു സാരാംശം എന്താന്ന് പെട്ടെന്ന് പറയാളിയ. ഈ കാര്യത്തിനാ. മനസ്സിലാവുന്ന പോലെ പറ ശ്രീകർ. അച്ഛാ, ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ രാത്രി മുഴുവൻ ഒരുപാട് ആലോചിച്ചു. നിഹാരികയുടെ അവനിയുടെ കാര്യത്തില് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. തീരുമാനോ? അതെന്താ? പറയാം, പക്ഷെ അതിനൊക്കെ മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോ കുഞ്ഞളിയ, അതിനിപ്പോ എന്താ? അവന് നിഹാരികയുടെ കാര്യത്തിൽ ചെയ്തത് വലിയ തെറ്റാ. അവൾ ഇവിടുത്തെ അനന്തരവളാണെന്ന് കരുതി നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാ എന്റെ ഭാര്യയാകാൻ പോകുന്നവളെ ഇവള് കുറ്റം പറഞ്ഞത്. അതെനിക്കിഷ്ടമായില്ല. നമ്മുടെ വീട്ടിലെ മരുമകളാവാൻ പോകുന്നവളെ കുറിച്ച് ഇനി ആരും തെറ്റായിട്ട് പറയരുത്. അവനി ചെയ്തത് ആലോചിച്ച് ഞങ്ങൾക്കും അതിൽ വിഷമമുണ്ട് മോനെ. അവനിയുടെ കാര്യത്തില് ഇനി നീ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്ക് സമ്മതമാണ് ശ്രീകർ. എന്താ വേണ്ടെന്ന് പറ ശ്രീകർ. നിഹാരിക എനിക്ക് കൃത്യമായി മരുന്ന് തരുന്നില്ല എന്നല്ലേ അവനെ ആരോപിച്ച കുറ്റം. അതുകൊണ്ട് ഇന്നേ ദിവസം തൊട്ട് എന്റെ മെഡിസിൻസ് അവന് തന്നാ മതി. അവനെ എന്തിനാ ശ്രീകരേട്ടാ? ഞാൻ തന്നെ മരുന്ന് തരുമല്ലോ. ഇങ്ങനൊരു തീരുമാനത്തിന്റെ ആവശ്യമുണ്ടോ മോനെ? പാവം നിഹാരിക എന്നെ എത്രയൊക്കെ നോക്കിയിട്ടും അവസാനം ചീത്തപ്പേരുണ്ടായില്ലേ അമ്മേ. ആ കാര്യങ്ങളൊക്കെ ഇനി അവന് ചെയ്തു കഴിഞ്ഞാലേ അവക്കത് മനസ്സിലാവും. ശ്രീകരേട്ടാ, ചിലപ്പോഴൊക്കെ നല്ല ആൾക്കാർക്കും ചീത്തപ്പേരുണ്ടാകാറുണ്ട് എന്ന് കരുതി എന്റെ ഭാവി ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തണമെന്നാണോ? നിന്നെ അപമാനിച്ചത് എനിക്കിഷ്ടമായില്ല നിഹാരിക. ഞങ്ങൾക്കും ഇഷ്ടമായില്ല. അങ്ങനെയല്ലേ വസന്ത? ഞങ്ങൾക്കും അത് ഇഷ്ടായിട്ടില്ല. ശ്രീകർ പറഞ്ഞ പോലെ ഇന്നേ ദിവസം തൊട്ട് അവന് മെഡിസിൻ കൊടുക്കുന്നതാ നല്ലത്. അപ്പൊ എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്തം അവളുടെ തലയിലിരിക്കും. ഞാൻ പക്ഷേ അങ്ങനെ ഒരു വാശിക്ക് തയ്യാറല്ല ചേച്ചി. നീ തയ്യാറല്ലായിരിക്കും, പക്ഷെ നിനക്കുണ്ടായ ഈ അപമാനത്തില് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. കാവ്യ, നീ ഒന്ന് മനസ്സിലാക്ക്. നീ ഇനി ഒന്നും പറയണ്ട നിഹാരിക. അയ്യോ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിഹാരിക, നമ്മളെല്ലാവരും ശ്രീകർ പറയുന്നത് കേൾക്കണം. എന്താണെന്ന് വെച്ചാ, ശ്രീകർ ഒരു കാര്യത്തെക്കുറിച്ചും കൂടുതലായിട്ട് ആലോചിക്കരുതെന്ന. എന്നിട്ടും അവൻ ഈ മരുന്നിന്റെ കാര്യത്തെക്കുറിച്ച് രാത്രി മുഴുവൻ ആലോചിച്ചു. ഒരിക്കലും ശ്രീകറിന് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവരുത്. അതെ മോളെ, ശ്രീകർ അത്ര സ്ട്രെയിൻ ചെയ്യരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റിക്കവർ ആവില്ല. ശ്രീകർ പറഞ്ഞ പോലെ ചെയ്യാം. എല്ലാവരും നിനക്ക് വേണ്ടി ഇത്ര നന്നായിട്ട് ആലോചിക്കുമ്പോ നീ മാത്രം എന്താ സമ്മതിക്കാതിരിക്കുന്ന നിഹാരിക? ശ്രീകരേട്ടന്റെ പുറകെ 7 തവണ പ്രദക്ഷിണം ചെയ്യേണ്ടവളാ ഞാൻ. കൂടെ നിൽക്കാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ടാകും. നിഹാരിക, നീ ഇനിയൊന്നും പറയണ്ട. മൈ ഡിസിഷൻ ഈസ് ഫൈനൽ. അവനി, ഏട്ടാ, എന്തൊക്കെയോ സംഭവിച്ചു. ലീവ് ഇറ്റ്. ഇന്ന് തൊട്ട് നീ വേണം എനിക്ക് മെഡിസിൻസ് തരാൻ. ശരി ഏട്ടാ. നിഹാരിക, നീ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അവന് എനിക്ക് കൃത്യമായിട്ട് മരുന്ന് തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. കേട്ടല്ലോ? ശരി. നിഹാരിക, മെഡിസിൻസ് എങ്ങനെ തരണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. ഏട്ടന് മെഡിസിൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറ നിഹാരിക. ഇത് രാവിലെ 1.
ഇത് ഉച്ചയ്ക്ക് 2 എണ്ണം. ഇത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 1. ആണോ? ശരി നിഹാരിക, ഞാൻ ടാബ്ലറ്റ്സ് കൊടുക്കുന്ന സമയത്തെല്ലാം എന്തായാലും നിന്നെ വിളിക്കാം. നീ വന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ ആരെങ്കിലും വന്ന് ഞാനും വിറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുത്തേന്ന് പറഞ്ഞ് എനിക്ക് ചീത്തപ്പേരാവരുത്. നിന്നെ പോലെ സഹിക്കാൻ എനിക്ക് കഴിയില്ല. ശ്രീകർ വളരെ നല്ല തീരുമാനമാണ് എടുത്തത്. ഇനി മുതല് എന്തെങ്കിലും സംഭവിച്ചാലും ശ്രീകറിന് പെട്ടെന്ന് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയില്ലെങ്കിലും അത് അവനിയുടെ തെറ്റായിരിക്കും. ആയിക്കോട്ടമ്മേ, ഈ ബാധ്യത എന്നെ എന്റെ ഏട്ടൻ ഏൽപ്പിച്ചതല്ലേ. ഇനി എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കണ്ടോ. നിഹാരിക, ഏട്ടനെ എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് എത്തിക്കാം. എനിക്ക് ക്രെഡിറ്റ് കിട്ടിയാ അത് നിന്റെയും കൂടി ക്രെഡിറ്റാ. എത്രയൊക്കെ പറഞ്ഞാലും നീ എന്റെ അനിയത്തിയല്ലേ. അവനി, അടുത്ത തവണ ഡോക്ടർ വീട്ടിലേക്ക് വരുമ്പോ ശ്രീകരൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകണം. അത് മോള് ഓർത്തു വെച്ചോ. ശരി അമ്മാവാ. ഇത് പറയാനാ എല്ലാവരെയും വിളിച്ചത്. ഇനി പൊക്കോളൂ. കഥയിലൊരു പുതിയ ട്വിസ്റ്റ്. ആ വാ. ഹലോ സിസ്റ്റർ. ഇങ്ങനെയൊരു തിരിച്ചടി വരുന്ന കാര്യം നീ ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? രാത്രിക്ക് രാത്രി ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ശ്രീകരേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീകരേട്ടൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കരുതുന്നേ? അത് മനസ്സിലാവുന്നില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. എനി ഗേൾസ്? ശ്രീകരേട്ടൻ അല്ല, എന്റെ ഏട്ടനില്ലേ, മെഡിസിന്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കാനുള്ള കാരണം ഞാന് എങ്ങനെയാണെന്നാണോ ആലോചിക്കുന്നത്? ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോയാലോ? ഏട്ടാ, എന്താ? നിങ്ങൾ നിഹാരികയെ കുറിച്ച് നല്ലതുപോലെ ആലോചിച്ച് എന്നെ വഴക്കു പറഞ്ഞു. നിങ്ങളുടെ ഭാവി ഭാര്യ 4 ആൾക്കിടയിൽ അപമാനിക്കപ്പെടുന്നതോർത്ത് എന്നെ നിങ്ങൾ വഴക്കു പറഞ്ഞാൽ ശരിയാ. ഞാൻ അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരൊറ്റ കാര്യം ആലോചിക്കണം. എന്താ? നിങ്ങൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ? അതെന്താ അങ്ങനെ പറഞ്ഞേ? വെറുതെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതിന്റെ കുറ്റം ആർക്കായിരിക്കും? അത് നിഹാരികയ്ക്കായിരിക്കില്ലേ? നന്നായിട്ടൊന്ന് ആലോചിക്കേട്ടാ. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. ഞാൻ അനന്തരവളാണ്. ഇന്ന് ഈ വീട്ടിലുണ്ട്, നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവും. പക്ഷെ മരുമകളായി വരുന്നവള് പെർമനന്റ് ആയിട്ട് ഈ വീട്ടിൽ നിൽക്കേണ്ടതല്ലേ? അതെ. അപ്പൊ വീട്ടിലേക്ക് വന്നു പോകുന്ന ബന്ധുക്കളാണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും എന്ത് പറയൂന്നറിയോ? ഭാവി ഭർത്താവിനെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റാത്തവളാണെന്ന്. അതിന് നിഹാരിക എന്ത് തെറ്റാ ചെയ്തേ? മെഡിസിൻസ് ഒന്നും ഫലിക്കുന്നില്ലെങ്കിൽ നിഹാരിക എന്ത് ചെയ്യാനാ? ആൾക്കാർ മെഡിസിനെ കുറിച്ചൊന്നും സംസാരിക്കില്ല. മെഡിസിൻ കൊടുക്കുന്ന ആളെ കുറിച്ച് അവര് സംസാരിക്കും. പാവം, നിഹാരിക വളരെ നല്ലവളാ. അവളുടെ മേൽ യാതൊരു ആരോപണം ഉണ്ടാവരുത്. അതിനെന്താ ചെയ്യണ്ടേ? ആ ആരോപണങ്ങള് ഞാൻ സഹിച്ചോളാം. എന്താ പറയുന്നേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മനസ്സിലായോ ഏട്ടാ? ഇപ്പൊ മനസ്സിലായി. ഈ പ്ലാൻ ഞാൻ പറഞ്ഞതാണെന്ന് ആരോടും പറയരുത്. നിങ്ങൾ സ്വയം ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നേ തോന്നാവൂ. മനസ്സിലായോ? ശരി. നിനക്ക് നല്ല മനസ്സുണ്ടാവിനി. നിഹാരിക എന്റെ അനിയത്തിയായിട്ടാ. നിഹാരികയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ?
അതാണ് സംഭവം. എങ്ങനെയുണ്ട് എന്റെ ഈ പണി? നന്നായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് കൊള്ളുന്നുണ്ട്. 6-ാം തീയതിക്കുള്ളില് ഏട്ടനെ ഞാൻ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും. 6-ാം തീയതിക്കുള്ളിൽ അത് നടന്നില്ലെങ്കിൽ നിനക്ക് വേണ്ടി വികാസ് അവിടെ റെഡി ആയിട്ട് നിൽക്കും. അവനും കണക്കാ, നീയും കണക്കാ. രണ്ടാളുടെ സ്വഭാവം ഞാൻ എല്ലാവരെയും അറിയിച്ചോളാം. എന്താ, എന്തിനാ ഇത്രയ്ക്ക് കോൺഫിഡൻസ്? വീണ്ടും വീണ്ടും പറയണോ? നിനക്ക് ജാതക ബലം ഉണ്ടെങ്കിൽ എനിക്ക് താലിയാ ബലം. ജാതകത്തിന്റെ കാര്യത്തില് ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. താലി പക്ഷേ തോൽക്കാറില്ല. എന്റെ കഴുത്തിലെ 3 കെട്ട് നിന്നെ കൊണ്ട് 3 നദിയിലെ വെള്ളം കുടിപ്പിക്കുന്ന നീ കണ്ടോ? ബൈ സിസ്റ്റർ. ഹലോ, എന്താ എക്സാമിന് പ്രിപ്പയർ ആവുന്ന കുട്ടികളെ പോലെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നത്? നീ ഇങ്ങോട്ടിരിക്കെ. പറഞ്ഞോളൂ. വികാസിന്റെ ആവനിയുടെയും കല്യാണത്തിന്റെ കേസ് ഭൂതകാലാടിസ്ഥാന സംഭവത്തിൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതെന്താ ജഡ്ജിമാര് പറയും പോലെ? ആദ്യം നീ കേക്ക്. ആ പറ. എനിക്കെന്തോ ആവനിയുടെയും വികാസിന്റെയും കല്യാണം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. നിങ്ങൾ എന്താ ചേട്ടാ പറഞ്ഞേ? ഈ ചിന്ത ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വന്നു? ഇതിൽ 3 പോയിന്റുകളുണ്ട്. നീ ഒന്ന് വായിച്ചു നോക്കിയേ. പോയിന്റ് നമ്പർ 1, മോതിരം കൈമാറ്റം. പോയിന്റ് നമ്പർ 2, ഗ്രാമത്തിൽ വെച്ചുള്ള മുഹൂർത്തം. പോയിന്റ് നമ്പർ 3, ആവനി വികാസിന് രക്ഷാചരട് കെട്ടിക്കൊടുത്തില്ല. ഇപ്പൊ കഴിഞ്ഞത് മുഴുവൻ കിണറ്റില് ബക്കറ്റിട്ട് വെള്ളം കോരും പോലെ കോരിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? വികാസിന്റെ ആവനയുടെ മോതിരം മാറ്റൽ ചടങ്ങ് വേദവതി അമ്മയുടെ വിവാഹ വാർഷികത്തിന്റെ അന്ന് വെച്ചിട്ട് അത് നടന്നതേ ഇല്ല. 2, ഗ്രാമത്തിൽ വെച്ച് കുലഗുരു കുൽക്കർണി സ്വാമിയെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിക്കാൻ വേണ്ടി നിഹാരിക പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതും നടന്നില്ല. പിന്നെ അമ്പലത്തിലെ പൂജ നടന്നപ്പോ ആവനി വികാസിന്റെ കയ്യില് രക്ഷാചരട് കെട്ടിയില്ല. സോ വൃത്തിയായി 3 ചടങ്ങുകളും വിജയകരമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 4-5 പോയിന്റ് കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. നിന്റെ കണ്ണിങ് ആങ്ങളയ്ക്ക് സമയം അത്ര നല്ലതല്ല. അവന്റെ തലയിൽ ശനിദേവൻ ഡിസ്കോ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. നമ്മുടെ മരണത്തിന് ഗ്യാരണ്ടി ഉണ്ടെങ്കിലും അവന്റെ കല്യാണത്തിന് ഒരു ഗ്യാരണ്ടിയും കാണുന്നില്ല. നിങ്ങൾ അവന്റെ വിധി എന്താന്ന് നോക്കാൻ കൃത്യമായിട്ട് 3 പോയിന്റ് എഴുതി വെച്ചു. ഈ പേപ്പർ എങ്ങാനും അവന്റെ കയ്യിൽ കിട്ടിയാ നിങ്ങളുടെ മരണം അവൻ കുറിച്ചു തരും. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കണമെന്നല്ലാതെ ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചാലേ നാളെ നിങ്ങളുടെ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ അടിച്ചു വരും. അത് സത്യ അളിയാ. എന്താ എഴുതുന്നേ? അത് പിന്നെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ നാവില് ഗുളികം കയറിയിരിക്കുന്ന കാര്യം എനിക്കറിയോ. അവനിപ്പ ചോദിക്കും, എന്താ പറയാ? എന്നോടാണോ ചോദിച്ചത്? എന്താ എഴുതുന്നേ? ആ പേപ്പറിൽ എന്താ ഉള്ളത് അളിയാ? അത് പിന്നെ ചേച്ചിക്കുള്ള ലവ് ലെറ്റർ ആണോ? ഈ പ്രായത്തില് ഈ മൂഡില് അതിന്റെ കൂടെ കുറവേ ഉള്ളൂ. പിന്നെ എന്താ എഴുതിയെന്ന്
ഞാനൊന്ന് കാണട്ടെ.